കണ്ടൊരു തേങ്ങ മനസ്സിലാവുന്നില്ല ദൈവമേ. ഉള്ള വള്ളിയെല്ലാം പിടിച്ചിരിക്കുകയും ചെയ്തു. ൂത്തുപോലെ കിടന്ന് ഉറങ്ങണല്ലേ ഞാൻ ഉറങ്ങിപ്പോയി. അതെനിക്ക് മനസ്സിലായി. എന്തായി കഴിഞ്ഞോ? തീർത്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്. പിന്നെ എന്തിനാ ഇവിടെ കയറി ഇരുന്ന്? ഞാൻ വിചാരിച്ചത് ഇത്രയും പാടുള്ള കാര്യമാണ്. രാവിലെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തോ വർക്ക് ചെയ്യുമ്പോ ഫോക്കസ് ചെയ്യണമെന്നോ വേറെന്തോ സ്വപ്നം കാണരുതെന്നോ തീർക്കുന്നോ മറയ്ക്കുന്നോ. എനിക്ക് വയ്യ. മര്യാദക്ക് ജോലിയോട് ഇരുന്ന് ടോമിനെ ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രയും പാടുള്ള സാധനമായിരിക്കും. പാടുള്ള സാധനമായിരിക്കും. ടോമും ഇവിടെ ഇരുന്നെങ്കിൽ കറക്റ്റ് തീർന്നേനെ. അതും നശിപ്പിച്ചു. ടോമിനെ പറഞ്ഞു വിട്ടു സാർ. ടോമിനെ മൂത്രമൊഴിക്കാൻ പറഞ്ഞിട്ട് സാർ. അല്ല സാർ. ആണ് സാർ. സാർ ഞാനും ടോമും കൂടി മര്യാദ വിട്ടിരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് ആ ജെസ്സിയും ഇവളും കയറി വന്നിട്ട് ഇവളെന്തോ തീർത്തോളം പറഞ്ഞ ഇവിടെ കയറിയിരുന്നു. എന്താ സാർ? ഒന്നിലും കൈ വെച്ചില്ലല്ലേ? ഇല്ല സാർ. വെക്കണോ? അങ്ങനെ എടുത്താ സാർ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് മെയിൽ ചെയ്താൽ മതിയോ? ടോമിന് മെയിൽ ചെയ്തേക്ക്. ഒരു കോപ്പി എനിക്കൂടെ അറ്റാച്ച് ചെയ്തേക്കട്ടോ. ഓക്കെ ശരി സാർ. സാർ എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. പറഞ്ഞു. കുറച്ച് പേഴ്സണലാ സാർ. നമ്മളിവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ആയിരിക്കും. നമുക്ക് പോയേക്കെന്നാ. ഇല്ല വേണ്ട വേണ്ട, ഞങ്ങള് പോയേക്കാം. ക്യാബിലോട്ടിരിക്കാം. അതെ, അങ്ങോട്ട് പോണേ. ഒന്നും ചെയ്യുന്നത് ഇവിടെ. ഓക്കെ. ആർക്കിട്ടോ ഒരു പാരമണിയുള്ള പോക്കാ പോണേ. എന്നാ പിന്നെ പേടിക്കണ്ട, നിനക്കിട്ട് തന്നെ ആയിരിക്കും. സാറേ ഞാനും ടോമും കൂടി അവിടെ മര്യാദയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ജെസ്സി മനഃപൂർവ്വം ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നത്. ജെസ്സി അങ്ങനെ മനഃപൂർവ്വം ചെയ്യത്തില്ല ക്രിസ്റ്റീന. സാർ അവളത് ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്താ ഞാനും ടോമും കൂടി സംസാരിച്ചാല്, അല്ലെങ്കിൽ ഞാനും ടോമും കൂടി സംസാരിക്കുമ്പോൾ അവൾക്ക് അസൂയ. അസൂയോ? ജെസ്സി എന്തിനാ അസൂയപ്പെടുന്നത്? ഞാനിവിടെ ഇരിക്കില്ലേ. സാറേ പിന്നെ സാറ് തന്നെ പറ, അവൾ അപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നിട്ട് ടോമിനെ മനഃപൂർവ്വം എൻ്റെ അടുത്ത് വലിച്ചോണ്ട് കൊണ്ടുപോയത്? ഞാനും ടോമും കൂടി വളരെ റൊമാൻറ്റിക് ആയി സംസാരിക്കായിരുന്നു. അതിനിടയിൽ അവള് വന്നിട്ട് ടോമിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര വിഷമം ഉണ്ടാവും. ഒന്നെനിക്ക് സാറിന് ഒരു പ്രേമിക്കുന്നൊരു മനസ്സുള്ളതല്ലേ, മനസ്സിലാക്കി കൂടെ? അല്ല, അത് ആ ഫീലിംഗ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സാറേ സത്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും കല്യാണം ഫിക്സ് ചെയ്യുന്ന കേട്ടപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചതാ. പക്ഷെ തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. അവള് ഞങ്ങളെ മനഃപൂർവ്വം എവിടെ ചെന്നാലും ഡിസ്റ്റർബ് ചെയ്യാം. എനിക്ക് അവളില്ലാണ്ട് ടോമിനെ ഒറ്റയ്ക്ക് കിട്ടണം. അല്ല, ക്രിസ്റ്റീനെ പറയുന്നത് ജെസ്സി അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ല. ഓഫീസിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ജെസ്സി ഇടപെടാറുണ്ട്. ഇപ്പൊ തന്നെ ഞാനും ജെസ്സിയും തമ്മിൽ ഇഷ്ടത്തിലില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതോ ഒരുമിച്ച് ഇന്റിമേറ്റ് ആവുന്നോ എന്തെങ്കിലും നിങ്ങൾ കാണാറുണ്ടോ? ഓരോ പ്രണയം ഓരോരോ രീതിക്കായിരിക്കും. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ജെസ്സി. ഓക്കെ? സാറ് പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായില്ലേ? ഞാൻ ഇപ്പോഴല്ലേ സാർ തുടങ്ങിയത്? തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാ. അല്ല സാറോട് ഞാൻ ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ. സാർക്ക് ജെസ്സിന്റെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെന്നും ഒന്ന് അടുത്ത് ഇടപഴകണമെന്നും ഒന്ന് പ്രേമിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമില്ലേ? ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാൽ കള്ളമായി പോവില്ലേ? അതാ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് പ്രേമിക്കാനും ലവ് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്. അപ്പോ എന്റെ കാര്യം സാർക്കും സാറിന്റെ കാര്യം എനിക്കും അറിയുന്നുണ്ട്. നമുക്കൊരു ഡീൽ വെക്കാം. അണ്ണൻ പറഞ്ഞ പോലെ ഇനി അവര് തമ്മിൽ എന്തെങ്കിലും ഡീൽ ഉണ്ടാ? എന്താ ഡീല്? പല സാഹചര്യത്തിലും ജെസ്സിനെ സാർ ഒഴിവാക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് ടോമിനെ ഫ്രീ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ സാർക്ക് ജെസ്സിയോടെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. അതിനുള്ള സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കി തരാം. അണ്ണാ ഇതാണ് ഡീലെങ്കിൽ പണി കിട്ടാൻ പോണ അണ്ണനും ജോസിക്കുമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇതിനൊക്കെ ഈ അമ്മല കൂട്ടി നിൽക്കൂടെ? അങ്ങേർക്ക് എന്തോ നഷ്ടം? ഇത് അങ്ങേർക്ക് യൂസുള്ള കാര്യമല്ലേ. അങ്ങേര് ഓക്കെ പറയും. അതായത് നമ്മൾ പരസ്പരം സഹായിച്ചുകൊണ്ടുള്ള ഒരു ഡീൽ. അതെ സാർ. ഇതുങ്ങൾ രണ്ടും കൂടെ നമുക്ക് പണി വെച്ച് നമ്മൾ എന്ത് ചെയ്യൂടെ? അതെണ്ണം ധൈര്യമായിട്ടിരിക്കും പണി വയ്ക്കാണ്. ഇനി അഥവാ ഒരു പണി വെച്ചെന്ന് വെച്ചോ, നമ്മൾ തിരിച്ച് 9 പണി വെക്കും. അണ്ണ പേടിക്കുന്നത് വേണ്ട. ഇതാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ.